എല്ലാവരും ഈ താഴത്തെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇതെന്ന് വെച്ചാൽ ബംഗാളിൽ സംഭവിച്ചതാണ്. ബംഗാളിൽ ബി.ജെ.പി അങ്ങ് തൂത്തു വാരിക്കൊണ്ട് പോയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളടക്കം അടിച്ച് തകർക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാക്കി തീർത്തത് തന്നെ മമതാ ബാനർജി ഒരാൾ കാരണമാണ്. കാരണം ഇത്രയും കാലം ഗതി കിട്ടാത്ത നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി നോക്ക്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്ത് പോയി നോക്കുക, അവിടെ ബംഗാളികൾ ഉണ്ടാവും. ഒരു ഗതി കിട്ടാത്ത പ്രേതം പോലെ അലയാണ്. കാരണം അവന്റെ നാട്ടിൽ നിലനിൽപ്പില്ല, അവന്റെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, അവന്റെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അവൻ അതിനുള്ള തൊഴിലവസരങ്ങളില്ല. അവിടെ ഒരു കോപ്പും ഇല്ലാത്തതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് അവൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനൊക്കെ കാരണക്കാരാണ് ഈ മമതാ ബാനർജി. അപ്പൊ അവരോടുള്ള വിരോധമാണ് അവസാനം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ട് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും ആ ഓഫീസുകൾ ഉൾപ്പെടെ അവരെ അടിച്ചു തകർക്കാൻ ഇതാക്കിയതും. മനസ്സിലായില്ലേ? ഒരുമാതിരി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രീതിയിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിച്ചത് ഈ പറയുന്ന ഇത്തരം നേതാക്കളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനം. അത് പണ്ടുള്ള ആൾക്കാർ. മനസ്സിലായോ? ഇതിപ്പോ നടക്കുന്നത് എന്താണ്? നേതാക്കന്മാർ പണക്കാരാവുകയും പാവപ്പെട്ട ജനങ്ങൾ പിച്ചക്കാരാവുകയും ചെയ്ത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും തുടർച്ചയായിട്ട് ഭരണം 15 വർഷം കണ്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മമതാ ബാനർജി. അവരെയാണ് അടിച്ചിറക്കിയിട്ട് ഇപ്പൊ അവസാനം ഓഫീസ് വരെ അടിച്ചിറക്കുന്ന അവസ്ഥയായി. ഇനിയിപ്പോ അവിടെ നിലനിൽപ്പ് ഉണ്ടാവുമോ? ഒന്നാലോചിച്ച് നോക്ക്. ഇതെല്ലാം കഴിഞ്ഞ് കേരളത്തിലേക്ക് നോക്കിയപ്പോഴോ, കേരളത്തിൽ ഇത്രയും കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ചവിട്ടും കുത്തും കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന്. ഇപ്പൊ അവര് അങ്ങ് കളം മാറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അധികാരം കിട്ടി, ഇപ്പൊ ഇവന്മാരൊന്നും അല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന കണ്ടില്ലേ, സംഭവം കളി അങ്ങ് മാറി. പഴയ കളി കളിക്കാൻ പോയതാ എടുത്തങ്ങ് അലക്കാൻ തുടങ്ങി. ഇനി കുറച്ചും കൂടി ജാഗ്രതയായിട്ട് നിൽക്കുകയാണ് നല്ലത്. കാരണം കുറച്ച് കെയർഫുൾ, അല്ലെങ്കിൽ പണി പാളും. കാരണം ഇപ്പൊ പോലീസുകാർക്ക് ഓൾറെഡി പണ്ട് ഇങ്ങനെ നിങ്ങൾ 10 വർഷം ഇട്ട പ്രഷർ ഉണ്ടല്ലോ, അതെല്ലാം കൂടി കാണിക്കാൻ പറ്റിയ അവസ്ഥ. കിട്ടലിൽ തുള്ളിപ്പോവും.